ദൈവത്തിന് മഹത്വം. നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഇത് അവൻ്റെ ശബ്ദം നിങ്ങൾക്കായി. സ്വാതന്ത്ര്യം ക്രിസ്തുവിലൂടെ. ഗലാത്യർ 5:1. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. വളരെ തെറ്റായ സന്ദർഭങ്ങളിൽ ഉദ്ധരിക്കുന്ന ഒരു വാക്യമാണ്, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ. ഇതൊരു രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യമല്ല, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ഗലാത്യർ 2:14 ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം പരിപാലിക്കപ്പെടുന്നതിനെക്കുറിച്ച് സൂചനയുണ്ട്. സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് എന്താണ് പൗലോസ് അർത്ഥമാക്കുന്നത്? ഈ സ്വാതന്ത്ര്യത്തിൽ എന്തെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു? ഈ സ്വാതന്ത്ര്യത്തിന് പരിധികളുണ്ടോ? ഈ സ്വാതന്ത്ര്യം എത്രത്തോളം പോകും? ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിന് ന്യായപ്രമാണവുമായി എന്താണ് ബന്ധം? പൗലോസ് ഈ ചോദ്യങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് 2 അപകടങ്ങളെക്കുറിച്ച് താക്കീത് നൽകിക്കൊണ്ടാണ്. ഒന്നാമതായി നിയമസിദ്ധാന്തം, അതായത് ന്യായപ്രമാണം ആണ്. പൗലോസിൻ്റെ എതിരാളികൾ അവരുടെ പെരുമാറ്റത്തിലൂടെ ദൈവപ്രീതി സമ്പാദിക്കാനുള്ള തത്രപ്പാടിലാണ്. അതുകൊണ്ട് അവർ ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയുടെ വിടുവിക്കുന്ന പ്രാകൃതം കാണാതെ പോയി. വിശ്വാസത്തിലൂടെ നേരത്തെ തന്നെ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അവർ കണ്ടില്ല. രണ്ടാമത്തെ ഭീഷണി, ക്രിസ്തു നമുക്ക് വാങ്ങിത്തന്ന സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യുക എന്ന പ്രവൃത്തിയാണ്. ഈ പ്രവണത കാത്തു സൂക്ഷിക്കുന്നവർ സ്വാതന്ത്ര്യം ന്യായപ്രമാണത്തിന് ഘടകവിരുദ്ധമാണെന്ന് തെറ്റായി കണക്കാക്കുന്നു. തന്നിഷ്ടവും ന്യായപ്രമാണവും സ്വാതന്ത്ര്യത്തിനെതിരാണ്. കാരണം അവ രണ്ടും ഒരുപോലെ അടിമത്തമാണ്. ഗലാത്യരോടുള്ള പൗലോസിൻ്റെ ആഹ്വാനം ക്രിസ്തുവിൽ അവരുടെ യഥാർത്ഥ അവകാശമായ സത്യസന്ധമായ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നതാണ്. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം തന്നിഷ്ടം കൊണ്ട് ന്യായപ്രമാണം കൊണ്ടും നഷ്ടമാക്കാതെ നമുക്ക് സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കാം. ദൈവം നമ്മെ അധികമായി അനുഗ്രഹിക്കുമാറാകട്ടെ.